ഈ പഹൽഗാം ആക്രമണത്തിന് വമ്പൻ തിരിച്ചടിയാണ് സിന്ദൂർ ഓപ്പറേഷനിലൂടെ ഇന്ത്യ നൽകിയത്. പക്ഷേ ഇന്ത്യ ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവുകയും അവർ വെടിവെപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ പറയുന്നുണ്ട് അങ്ങനെ പ്രകോപനത്തിലേക്ക് വന്ന് ഒരു പ്രശ്നത്തിലേക്ക് പോകരുത്. കാരണം ഇന്ത്യ ഒരു പൂർണ്ണ യുദ്ധത്തിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇന്ത്യ 9 ഭീകരാക്രമണ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. പക്ഷേ പാകിസ്ഥാന് അത് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെയാണ് അവർ ആക്രമിച്ചത്. അതിന് പകരം ഇന്ത്യ ആക്രമിച്ചാൽ അതൊരു യുദ്ധത്തിന്റെ തലത്തിലേക്ക് പോകും. ഇതായിരിക്കില്ലേ പാകിസ്ഥാൻ ലക്ഷ്യം? തീർച്ചയായിട്ടും. അതായത് ഇന്ത്യ പ്രത്യേകമായൊരു സന്ദേശം നൽകുന്നുണ്ട്. ഇത് ആക്രമണം വഷളാക്കരുത്, സംഘർഷം വഷളാക്കരുത്. കാരണം ഇത് ഞങ്ങൾ ചെയ്തത് നിങ്ങളുടെ ഭീകരർക്കെതിരെയുള്ള താവളങ്ങൾ തകർക്കുക, അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ തകർത്തില്ല, ജനവാസ മേഖലയിലൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾക്ക് തന്നതിനുള്ള തിരിച്ചടിയാണ് ഞങ്ങൾ തന്നതെന്ന രീതിയിലൊരു സന്ദേശമാണ് ഇന്ത്യ കൊടുക്കുന്നത്. അതായത് പഹൽഗാം കൂട്ടക്കൊലയുടെ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഇന്ത്യ കാഴ്ചവെച്ചത്. അത് നിറവേറ്റിയെന്നാലും ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നതിനെതിരെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പും സന്ദേശവും നൽകുകയാണ് ഇന്ത്യ. അതായത് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ അല്ല, ഭീകരതയെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇന്ത്യ സന്ദേശം നൽകി. എന്നിരുന്നാലും എല്ലാ സാഹചര്യങ്ങൾക്കും ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇവർ ഇത്തരത്തിൽ എല്ലാം പറഞ്ഞതിന് ശേഷം വന്ന് ജനവാസ മേഖലയിലും അല്ലെങ്കിൽ ഇതുപോലെ മതം ചോദിച്ചും ഒക്കെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക എന്ന രീതിയാണ് അവരുടെ ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സിനോജ് പറഞ്ഞതുപോലെ ഒരു മുഴുനീള യുദ്ധത്തിന് സന്നദ്ധമല്ലെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ തിരിച്ച് സുസജ്ജമായി തിരിച്ചടിക്കാൻ ഉള്ള സംവിധാനങ്ങളെല്ലാം ഇന്ത്യ നോക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യ പാകിസ്ഥാൻ അയച്ച സന്ദേശം ഇതാണ്: പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ നേതൃത്വം പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ആക്രമണങ്ങൾ ക്രമീകരിച്ചതും വ്യാപനരഹിതവുമായ സമീപനം പ്രകടമാക്കിയതുമായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വ്യാപിക്കാതിരിക്കാനും അതെല്ലാം ഇന്ത്യ നോക്കിയിട്ടുണ്ട്. ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടന്ന മിസൈൽ ആക്രമണത്തെ ആക്ട് ഓഫ് വാർ, അതായത് യുദ്ധപ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഉചിതമായ മറുപടി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണവായുധങ്ങളുള്ള 2 രാജ്യങ്ങളെയും ഒരു വലിയ സംഘട്ടനത്തിലേക്ക് അടുപ്പിച്ച അശ്രദ്ധമായ നടപടി എന്നാണ് പാകിസ്ഥാൻ സർക്കാർ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയവരെ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഇന്ത്യ ഇത്തരത്തിൽ മെയ് 7-ന് പുലർച്ചെ ആക്രമണം നടത്തിയത്. പഹൽഗാമിലെ ക്രൂരമായ ഭീകരാക്രമണത്തിലുള്ള കൃത്യമായ സംയമനം പാലിച്ചതുമായ പ്രതികരണമെന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിനെ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായും പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിലൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇത് ഇന്ത്യയുടെ കൃത്യമായതും വ്യാപനരഹിതവുമായ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു. അനാവശ്യ പ്രകോപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറ്റവാളികളെ ഉത്തരവാദിത്തപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ഈ പ്രവർത്തനം അടിവരയിടുന്നു. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ നിന്നുള്ള ഒരു പോസ്റ്റിലാണ് ഇത് പറയുന്നത്. ഇവിടെ ഊന്നൽ നൽകിയത് കൃത്യമായ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ അല്ല, ഭീകരത എന്നതാണ്. ഭീകരതയ്ക്കുള്ളൊരു സന്ദേശം, ഭീകരത ഇല്ലാതാക്കാനുള്ളൊരു സന്ദേശം, അനാവശ്യമായ പ്രകോപനം ഒഴിവാക്കുന്ന, സംഘർഷം വർദ്ധിപ്പിക്കാത്ത സമീപനമായിരുന്നു അത് എന്നാണ് ഈ അടിവരയിട്ട സന്ദേശം വ്യക്തമാക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നുവെന്നത് രഹസ്യമായിരുന്നില്ലല്ലോ. ഇന്ത്യ കൃത്യമായി അത് പറയുന്നുണ്ട്, പാകിസ്ഥാനെ അറിയിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും തിരിച്ചടി നൽകുന്നു. അവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഉന്നത നേതൃത്വം കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ശിക്ഷിക്കുമെന്നാണ് പ്രതിജ്ഞ എടുത്തത്. ഭൂമിയുടെ അറ്റം വരെ ഞങ്ങൾ അവരെ പിന്തുടരും. ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള തൻ്റെ ആദ്യ പൊതുപ്രസംഗത്തിൽ മോദി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭീകര കേന്ദ്രങ്ങളെല്ലാം തിരയുന്നുണ്ടായിരുന്നു. ഭീകരരെ അരിച്ചു പറക്കി തിരയുന്ന കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ത്യ നടത്തിയത്. പഹലാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് തെളിവുകൾ തേടി. സ്വന്തം മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. 2016-ലെ ഉറി സർജിക്കൽ സ്ട്രൈക്കുകൾക്കും 2019-ലെ പുൽവാമ വ്യോമാക്രമണങ്ങൾക്കും ശേഷം പാകിസ്ഥാൻ്റെ യുദ്ധ സ്വഭാവം, തീവ്രവാദികളോടുള്ള സമീപനവും കണ്ടപ്പോൾ വീണ്ടും നടപടിയെടുക്കാൻ ഇന്ത്യ നിർബന്ധിതമായി എന്നാണ് ഇന്ത്യ പറയുന്നത്. ഈ ആക്രമണങ്ങളുടെ ആഖ്യാനം രൂപപ്പെടുന്നതിൽ ഇന്ത്യ തങ്ങളുടെ സ്വതന്ത്ര നയതന്ത്ര സംവിധാനത്തെ മുൻപന്തിയിൽ നിർത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെ ഇരയാക്കാൻ അനുവദിക്കുന്നുമില്ല. ഇന്ത്യയുടെ പ്രതികാര നടപടിയെ യുദ്ധപ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത്. യുദ്ധപ്രവൃത്തി എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ അടിച്ചേൽപ്പിക്കുന്ന ഈ യുദ്ധത്തിന് ശക്തമായ മറുപടി നൽകാൻ പാകിസ്ഥാൻ അവകാശമുണ്ടെന്ന് അവർ പറയുന്നു. ശത്രുവിനെ എങ്ങനെ നേരിടണമെന്ന് അവരുടെ രാജ്യത്തിനും അതിൻ്റെ സായുധ സേനയ്ക്ക് നന്നായി അറിയാം. ശത്രുവിൻ്റെ ദുരുദ്ദേശ ലക്ഷ്യങ്ങളിൽ വിജയിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഷെഹ്ബാസ് ഷെരീഫ് എക്സ്പോസിൽ പറയുന്നതാണിത്. ആക്രമണങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു വിവരണം നൽകാൻ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഒരു പ്രസ്താവന ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണ പ്രവൃത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ രക്തസാക്ഷിത്വത്തിന് കാരണമായി. ഈ ആക്രമണ പ്രവൃത്തി വാണിജ്യ വ്യോമ ഗതാഗതത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും ഭീകര ക്യാമ്പുകൾ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്ന
ഒരു കാലിബ്രേറ്റ് ചെയ്ത സമീപനമായ അതെന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യയും ബാധിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ സിവിലിയൻ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അറിയപ്പെടുന്ന ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടത്. വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതിർത്തിയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 3 ദിവസത്തിനുള്ളിൽ 2 മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി പാകിസ്ഥാൻ ഇതിനകം തന്നെ പ്രകോപനപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. സർക്കാരിൻ്റെ യഥാർത്ഥ നിയന്ത്രണം പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനാണെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. സ്വന്തം താല്പര്യങ്ങൾക്കായി അദ്ദേഹം ഒരു ചെറിയ യുദ്ധത്തിൽ പോലും ഏർപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഇന്ത്യ വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നത്. 1971 പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് ശേഷമുള്ള ആദ്യ പാൻ ഇന്ത്യ സിവിൽ ഡിഫൻസ് അഭ്യാസവും ഇന്ത്യ നടത്താൻ പോവുകയാണ്. ഏത് സാഹചര്യത്തിനും ഇന്ത്യ സജ്ജമാണെങ്കിലും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യങ്ങൾ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നുവെന്ന് അവ കൃത്യമായി നിശ്ചയിച്ചിരുന്നതും പ്രകോപനപരമല്ലാത്തതും ആണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടൽ രൂക്ഷമാക്കരുത് എന്നുള്ള ജാഗ്രതയാണ് പാകിസ്ഥാനുള്ള ഇപ്പോഴത്തെ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പാകിസ്ഥാന് ഈ സുരക്ഷാ സമിതി ഇപ്പോൾ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗം വിളിച്ചിട്ട് ഷഹബാസ് ഷെരീഫിൻ്റെ നിലപാടുകൾ അദ്ദേഹം അവിടെ നിന്നാണ് ക്രോഡീകരിച്ചെടുത്തത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ അടി തുടങ്ങിയത്. 3 പേര് നമ്മുടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ സാധാരണക്കാരെ കൊല്ലപ്പെടുന്ന ഈ നിലപാട് അല്ലെങ്കിൽ അത്തരം ആക്രമണം ചെയ്യരുതെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ താൽക്കാലികമായ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പകരം വീട്ടിൽ നിന്നൊക്കെ കിട്ടുമെന്നതിനപ്പുറത്തേക്ക് ഇത് വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പുലർച്ചെ ഇന്ത്യ നടത്തിയ ഭീകരാക്രമണ കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു അറ്റാക്കായിരുന്നു. ഇതിന് പകരമായിട്ട് നമ്മുടെ സാധാരണക്കാരെ ആക്രമിക്കുന്ന നിലപാട് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഭീകരർ ആ കേന്ദ്രങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നെന്നും കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100-ലധികം വരുമെന്നും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പറയുന്നുണ്ട്. ഇനി അത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് കരസേനാ മേധാവിയാണോ അതോ പ്രധാനമന്ത്രിയാണോ പ്രതിരോധ മന്ത്രിയാണോ ആരാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ഈ അസറിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി നമ്മൾ ബോംബിട്ടു ആക്രമണം നടത്തിയെന്ന് പറയുന്നത് പാകിസ്ഥാൻ വലിയ ക്ഷീണമാണ്. അപ്പം മസൂദ് അസറിനെ ഇത്രയും നാൾ അവർ സംരക്ഷിച്ചു വെച്ചു. അതുപോലെ തന്നെ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്നത് നമ്മൾ കാലത്തെ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് കരുതുന്ന വ്യക്തിയാണ്. ഇയാളെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പാകിസ്ഥാൻ സംരക്ഷിച്ചു വരുന്നു. അപ്പോൾ ഇയാളാണ് ഈ ലഷ്കർ എ തൊയ്ബ അല്ലെ ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്കൊക്കെ തന്നെ ഈ വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇവർക്ക് ISIയുടെ പിന്തുണയുമുണ്ട്. അപ്പോൾ ISIയെ സംരക്ഷിക്കുമോ, ഈ ഭീകരവാദികളെ സംരക്ഷിക്കുമോ, അതോ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കുള്ള താവളം ഒരുക്കിയവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? ഇത് മൊത്തം പാകിസ്ഥാന് കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടാതിരിക്കാനായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും, ഇന്ത്യക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നൊക്കെ ഈ ഷഹബാസ് ഷെരീഫിന് പറയേണ്ടി വരുന്നത്. ഈ ബലേക്കോട്ട് ആക്രമണം നടന്നപ്പോൾ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായില്ല, ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ ഇങ്ങനെയുള്ള വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ ചിത്രങ്ങൾ എടുത്തു. അതുകൊണ്ട് പാകിസ്ഥാന് സംഭവിക്കേണ്ടി വന്നു. ശരിയാണ്, ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്ന മേഖലയിലാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ POKയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കാരണം അവിടുത്തെ വിദ്യാലയങ്ങളോ അല്ലെങ്കിൽ ഈ മദ്രസകളോ ഉൾപ്പെടെ ഒന്നും പ്രവർത്തിക്കേണ്ട. അപ്പോൾ ഇവർ ആ മേഖലയിൽ ചില ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. കാരണം നേരത്തെ മുതൽ പാക് ഇൻ്റലിജൻസ് നൽകിയ ഒരു റിപ്പോർട്ട് നമ്മളുടെ ആക്രമണം POKയിലായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാതെ പകരം ഭീകരാക്രമണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മസൂദ് അസർ, ഇയാൾക്കറിയാമായിരുന്നു ആക്രമണം ഇയാൾക്ക് നേരെ ഉണ്ടാകുമെന്നും. ഇയാൾ അതുകൊണ്ട് 2 വീടുകളുള്ളതിൽ ആശുപത്രിക്കും പള്ളിക്കും ഇടയിലെ വീട്ടിൽ പോയി ഒളിച്ച് താമസിച്ചു. അവന് 4 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി. കാരണം അവിടേക്ക് ഇന്ത്യ ആക്രമിച്ചാൽ അതൊരു ജനവാസ കേന്ദ്രത്തിലെ സിവിലിയൻസിന് നേരെയുള്ള ആക്രമണമായിട്ട് മാറും. ഇത് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് റഫേൽ യുദ്ധവിമാനം ഉപയോഗിച്ച് സ്കാൽപ് എന്ന് പറയുന്ന മിസൈൽ നമ്മൾ അവിടേക്ക് യൂസ് ചെയ്യുന്നത്. ആ മിസൈലുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ലക്ഷ്യങ്ങളെ മാത്രം ഭേദിക്കുക ചെയ്യുന്നത്. പക്ഷേ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ സിവിലിയൻസ് ആണോ ഭീകരരാണോ എന്ന് കൃത്യമായിട്ട് ഒരുപക്ഷെ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ തുറന്നു പറയും. ഒന്നാമത് അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇന്ത്യയുടെ ആക്രമണം കൂടെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഇനി എന്ത് പറഞ്ഞു നിൽക്കും? എന്തായാലും താൽക്കാലികമായിട്ടെങ്കിലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വാ തുറന്നിരിക്കുന്നു. അയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ്. ഇന്ത്യ അത്തരമുള്ള തിരിച്ചടിയെ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ ഈ ഓപ്പറേഷൻ നടത്തിയത്. ഇപ്പം സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കര, വ്യോമ, നാവികസേനയുടെ സംയുക്ത ഓപ്പറേഷൻ. നമ്മളിപ്പോൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നാവികസേന ഇതിനകത്ത് യാതൊരു റോളും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വ്യോമസേന റാഫേൽ യുദ്ധവിമാനത്തോട് ആക്രമണം നടത്തുന്നു. കരയിൽ നിന്നുൾപ്പെടെ നമ്മൾ ആകാശ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം മിസൈൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ചൈനയുടെ ഒരു യുദ്ധവിമാനത്തെ തകർക്കാനാണ്. അപ്പോൾ ഇനി നാവികസേന അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ വീണ്ടും ചൊറിച്ചിലുമായിട്ട് വന്നാൽ ഇന്ത്യയുടെ അടുത്ത ആക്രമണം ഒരുപക്ഷെ നാവികസേനയുടെ ഭാഗത്തു നിന്നായിരിക്കും. നമുക്ക് കാത്തിരിക്കാം.